ടാഞ്ചിബിൾ അസറ്റ്, കാണാൻ സാധിക്കുന്ന അസറ്റും കാണാൻ സാധിക്കാത്ത രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുക. അടുത്തത് വേസ്റ്റിംഗ് അസറ്റ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. വേസ്റ്റിംഗ് അസറ്റ്, വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അസറ്റ്, ഉപയോഗിക്കും തോറും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അസറ്റുകളെയാണ് വേസ്റ്റിംഗ് അസറ്റ്. അസറ്റ് വിച്ച് ഗെറ്റ് എക്സോസ്റ്റഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓർ whose value goes on declining with the passage of time are known as wasting asset. കുറേ സമയം കഴിയുമ്പോൾ ഇതിന്റെ വാല്യൂ ഇല്ലാതാവുന്നു. അതേപോലെ തന്നെ അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ വാല്യൂ ഇല്ലാതാവുന്നു. അങ്ങനെയുള്ള അസറ്റുകളെയാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് മൈൻ, പേറ്റന്റ് അസറ്റ്, അങ്ങനെയുള്ള അസറ്റുകളൊക്കെ, അസറ്റ്സ് ടേക്കൺ ഓൺ ലീസ് എക്സെട്ര, അങ്ങനെയുള്ള അസറ്റുകളൊക്കെ തന്നെ വേസ്റ്റിംഗ് അസറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. വേസ്റ്റിംഗ് അസറ്റ് കുറെ കാലം കഴിയുമ്പോഴും അതിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടേ വരും. അതായത് ഒരു കൽക്കരിപ്പാടം അല്ലെങ്കിൽ പെട്രോളിയം ഒരു വെൽ, എണ്ണക്കിടാമെന്ന് പറയുന്നത്, അതിൽ നിന്നൊക്കെ എടുക്കാവുന്ന എണ്ണയുടെ ഒരു പരിധിയും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് എണ്ണ കുടിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. ഒരു പാറമടയാണെങ്കിൽ അതിലെന്ത് ചെയ്യും, ഒരു വെട്ടുകല്ലും ചെത്തിയെടുക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് എടുക്കാവുന്ന ഇതുണ്ട്. നമ്മളെന്ത് ചെയ്യുന്നു, ഓരോ മാസവും ഓരോ ദിവസവും അതിൽ നിന്ന് വെട്ടുകല്ല് വെട്ടിയെടുക്കും തോറും അതിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കാൻ. ഇപ്പൊ നമ്മളൊരു വെട്ടുകല്ലിന്റെ അല്ലെങ്കിൽ ഒരു കോറി 10-20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അത് ഓരോ ദിവസവും അതിൽ നിന്ന് പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വെട്ടുകല്ലിന്റെ കോറിക്ക് അല്ലെങ്കിൽ ആ കരിങ്കൽ കോറിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം അതിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, എക്സാമ്പിളായിട്ട് പേറ്റന്റ് റൈറ്റ് എന്ന് പറഞ്ഞു. പേറ്റന്റ് റൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും, ഒരു വർഷത്തേക്ക് ഉള്ള റൈറ്റ്. കോപ്പി റൈറ്റ് ഒക്കെ ഒരു വർഷത്തേക്കുള്ള റൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ മാസം കഴിയുന്നതോറും എക്സ്പയറി ഓഫ് ടൈം, ആ ടൈം കഴിയുന്നതോറും നമുക്ക് അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള അസറ്റുകളെയാണ് വേസ്റ്റിംഗ് അസറ്റ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കാലാവധി കഴിയുന്നതോറും നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് സാധനങ്ങൾ എടുക്കും തോറും ആ അസറ്റിന്റെ വാല്യൂ കുറയും. നമ്മൾ അതിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് വിൽക്കും തോറും അസറ്റിന്റെ വാല്യൂ കുറയും. അപ്പം നമ്മളൊരു കോറി 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്നു, അതിൽ നിന്ന് ഓരോ ദിവസവും പാറ പൊട്ടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതിന്റെ ആ കോറിയുടെ വാല്യൂ പിന്നെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം പിന്നീട് അതിൽ നിന്ന് പാറ പൊട്ടിക്കാനുള്ളത് ഓരോ ദിവസം തോറും പാറ പൊട്ടിച്ചെടുക്കാനുള്ള സാധനങ്ങൾ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അസറ്റ് വിച്ച് get exhausted എന്ന് പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. ടു ദി എക്സ്റ്റെന്റ് ഓഫ് എക്സ്ട്രാക്ഷൻ, പൊട്ടിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ, അല്ലെങ്കിൽ പാസേജ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് പേറ്റന്റ് റൈറ്റ് ഒരു വർഷത്തേക്കാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, ഓരോ മാസം കഴിയുന്നതോറും നമുക്ക് എന്ത് ചെയ്യുന്നു, അസറ്റിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള അസറ്റുകളൊക്കെയാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ പാസേജ് ഓഫ് ടൈം അതിനനുസരിച്ച് ഈ അസറ്റിന്റെ മൂല്യം കുറയുന്നുണ്ടെങ്കിൽ അതിനെ വേസ്റ്റിംഗ് അസറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ്, നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതകൾ, പലതരത്തിലുള്ള ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആർക്കെങ്കിലും പൈസ കൊടുക്കുകയാണ്, അതൊരു ബാധ്യതയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതകൾ അതിനെ ലയബിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുക. ആ ബാധ്യതകളെ നമ്മൾ ലയബിലിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി എമൗണ്ട് വിച്ച് ദി ഫേം ഓസ് ടു ഔട്ട്സൈഡ്. ഫേം അല്ലെങ്കിൽ ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ട്, ഔട്ട്സൈഡിലുള്ള ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ബിസിനസ്സിന് പുറത്തുള്ള ആർക്കെങ്കിലും ബിസിനസ് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. They represent creditors' claim on the business asset. ആരെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ആർക്കെങ്കിലും നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. മാത്രം മനസ്സിലാക്കുക. If the firm's obligation, it is the firm's obligation to outsiders. Outsiders കൊടുക്കണം, ബിസിനസിന് പുറത്തുള്ള ആൾക്കാരാവും, അവർക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ഇത് ഒരു ഇക്വേഷൻ ആണ്, ഇതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ്. മനസ്സിലാക്കുക. ആർക്കെങ്കിലും നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബിസിനസിന് പുറത്തുള്ള ആർക്കെങ്കിലും നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, ബാധ്യതയുണ്ടെങ്കിൽ അതിനെയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, ലോൺ ഫ്രം ബാങ്ക് ലോൺ എടുക്കുക. അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടമായി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ ക്രെഡിറ്റേഴ്സ് എന്നുള്ള പേര് അറിയപ്പെടും. അവരെയും നമ്മൾ ലയബിലിറ്റി ആയിട്ട് പരിഗണിക്കും. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്തൊക്കെയാണെന്ന്
small and big business find it is necessary to borrow money from bank at one time or the other and purchase goods on credit from suppliers. ചെറിയ ബിസിനസ് ആണെങ്കിൽ വലിയ ബിസിനസ് ആണെങ്കിലും ഈ രീതിയിൽ പല ആൾക്കാർക്ക് നിന്ന് കടമായിട്ട് സാധനങ്ങൾ വാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ബിസിനസ് ബാങ്കിൽ നിന്ന് കടമായിട്ട് പൈസ വാങ്ങുന്നതായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റി രണ്ട് തരത്തിലുള്ള ലയബിലിറ്റി ഉണ്ട്. കറണ്ട് ലയബിലിറ്റി, നോൺ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി, നോൺ കറണ്ട് ലയബിലിറ്റിയെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. കറണ്ട് ലയബിലിറ്റി, നോൺ കറണ്ട് ലയബിലിറ്റി, അങ്ങനെ രണ്ട് തരം ലയബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കറണ്ട് ലയബിലിറ്റി, നോൺ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ എന്താണ് കറണ്ട് ലയബിലിറ്റി, എന്താണ് നോൺ കറണ്ട് ലയബിലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ക്ലാസിഫിക്കേഷൻ of liabilities, current liabilitiesന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലയബിലിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ തെറ്റാണ്. ലയബിലിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കറണ്ട് ലയബിലിറ്റി, നോൺ കറണ്ട് ലയബിലിറ്റി, അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ലയബിലിറ്റിയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം, കുറഞ്ഞ കാലത്തേക്കുള്ള ലയബിലിറ്റികളെയാണ് ഷോർട്ട് ടൈം ലയബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. കുറഞ്ഞ കാലത്തേക്ക്, ഒരു വർഷത്തിൽ താഴെയുള്ള ലയബിലിറ്റികളെയാണ്, ബാധ്യതകളെയാണ് കറണ്ട് ലയബിലിറ്റീസ്. ലെസ് ദാൻ 12 months. Current liabilities refers to those liabilities which are to be paid within 12 months from the end of the accounting period. അപ്പം നമ്മളത് വാങ്ങിയിട്ട് പൈസ കടമായി വാങ്ങിയിട്ട് ആ 12 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൈവശം നമ്മൾ കടമായി പൈസ വാങ്ങിയിട്ട് ബാങ്കിൽ നിന്നാവും അല്ലെങ്കിൽ കയ്യിൽ നിന്നാവും അങ്ങനെ കടമായി എന്തെങ്കിലും പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, കടമായി സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ 12 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ള ഗണത്തിൽ വരുത്താം. ഒരു ലയബിലിറ്റിയാണ്, അത് കറണ്ട് ലയബിലിറ്റി ആണോ ലോങ് ടൈം ലയബിലിറ്റി ആണോ അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി ആണോ എന്നുള്ളത് മനസ്സിലാക്കി ഈ ഉപയോഗിച്ചിട്ടാണ്. ഒരു വർഷത്തിൽ താഴെയുള്ള ലയബിലിറ്റികളെ നമ്മൾ കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. ഒരു വർഷത്തിൽ താഴെയുള്ള ലയബിലിറ്റികളെ നമുക്ക് ഷോർട്ട് ടൈം ലയബിലിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പൈസ കൊടുക്കുന്നത് മതിയാവും. ആരുടെയും കയ്യിൽ നിന്ന് ബാങ്കിൽ നിന്ന് പൈസ വാങ്ങിയതാവും, ആരുടെയും കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയതാവും, ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതാവും. അതൊക്കെ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട ലയബിലിറ്റി ആണെങ്കിൽ, ബാധ്യതയാണെങ്കിൽ നമുക്ക് കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റി എന്ന കാറ്റഗറിയിൽ പെടുത്താനായിട്ട് സാധിക്കും. ലോങ് ടൈം ലയബിലിറ്റി ആണോ എന്താണ് അടുത്തത്? നോൺ കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടൈം ലയബിലിറ്റി. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് കറണ്ട് ലയബിലിറ്റിയുടെ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റിയുടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ബിൽ, റെസിബിൾ, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ലോണ്, അതേപോലെ തന്നെ ഷോർട്ട് ടൈം ലോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. നോൺ കറണ്ട് ലയബിലിറ്റി എന്നാണ് അല്ലെങ്കിൽ ലോങ് ടൈം ലയബിലിറ്റി എന്നാണ്. ലോങ് ടൈം ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഷോർട്ട് ടൈം ലയബിലിറ്റി അല്ലാത്ത എല്ലാം തന്നെ ലോങ് ടൈം ലയബിലിറ്റിയാണ്. നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോങ് ടൈം ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മാസത്തിന് മേലെ ഇല്ല, 12 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിന് മേലെ പൈസ കൊടുത്താൽ മതി. അങ്ങനെയുള്ള ലയബിലിറ്റി എല്ലാം തന്നെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് പരിഗണിക്കും. ലോങ് ടൈം ലയബിലിറ്റി ആയിട്ട് പരിഗണിക്കും. ലോങ് ടൈം ലയബിലിറ്റി ആയിട്ട്, നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് പരിഗണിക്കും. ഒരു വർഷത്തിന് ശേഷം നമ്മൾ പൈസ കൊടുത്താൽ മതി. അങ്ങനെയുള്ള ലയബിലിറ്റികളെ നമുക്ക് ലോങ് ടൈം ലയബിലിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. നോൺ കറണ്ട് ലയബിലിറ്റീസ് ആർ ദോസ് ലയബിലിറ്റീസ് which are to be paid after a period of more than a year from the end of accounting period. ഒരു അക്കൗണ്ടിങ് നമ്മൾ ഈ പൈസ വാങ്ങിയിട്ട് ഒരു വർഷത്തിന് ശേഷം പൈസ തിരിച്ചു കൊടുത്താൽ മതി. അങ്ങനെയുള്ള ലയബിലിറ്റികളൊക്കെ ലോങ് ടൈം ലയബിലിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ബാങ്കിൽ ലോൺ എടുത്തു, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടച്ചാൽ മതി, 5 വർഷം കൊണ്ടൊക്കെ തിരിച്ചടച്ചാൽ മതി. അങ്ങനെയുള്ള ലോണിനെയൊക്കെ ലോങ് ടൈം ലയബിലിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. സാധാരണയായിട്ട് ഷോർട്ട് ടൈം ലയബിലിറ്റി, ലോങ് ടൈം ലയബിലിറ്റി എന്നുള്ള പേരാണ് സാധാരണയായിട്ട് അറിയപ്പെടുന്നത്. നിങ്ങൾ അത് പഠിച്ചാൽ മതി. ഷോർട്ട് ടൈം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ താഴെ, ലോങ് ടൈം ലയബിലിറ്റി ആണെങ്കിൽ ഒരു വർഷത്തിന് മേലെ പൈസ തിരിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതിനെ ലോങ് ടൈം ലയബിലിറ്റി എന്ന് പറയും. അത് ലോങ് ടൈം ലോൺ ആവാം, ഡിവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങുന്ന പക്ഷെ ഒരു വർഷം കഴിഞ്ഞ് പൈസ കൊടുത്താൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോങ് ടൈം ലയബിലിറ്റി എന്നുള്ള കാറ്റഗറിയിലാണ് പെടുന്നത് മനസ്സിലാക്കും. ഇവിടെ കറണ്ട് ലയബിലിറ്റിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലയബിലിറ്റിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് ലയബിലിറ്റി, നോൺ കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ
ഷോർട്ട് ടൈം ലയബിലിറ്റി, ലോങ് ടൈം ലയബിലിറ്റി. അതാണ് കുറച്ചുകൂടി എളുപ്പം. ലയബിലിറ്റിയെ രണ്ടായി ഡിവൈഡ് ചെയ്ത് അങ്ങനെ പറയാം. ലയബിലിറ്റിയെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടൈം ലയബിലിറ്റി, ലോങ് ടൈം ലയബിലിറ്റി. ഷോർട്ട് ടൈം ലയബിലിറ്റി, ലോങ് ടൈം ലയബിലിറ്റി. ഷോർട്ട് ടൈം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തിൽ താഴെ പൈസ, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പൈസ കൊടുക്കേണ്ട ലയബിലിറ്റികളെ, ബാധ്യതകളെയൊക്കെ നമുക്ക് ഷോർട്ട് ടൈം ലയബിലിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. ലോങ് ടൈം ലയബിലിറ്റിയോ ഒരു വർഷത്തിന് ശേഷം നമ്മൾ പൈസ കൊടുത്താൽ മതി. അങ്ങനെയുള്ള ലയബിലിറ്റികളെ നമുക്ക് ലോങ് ടൈം ലയബിലിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. ഒരു വർഷത്തിന് ശേഷം നമ്മൾ പൈസ കൊടുത്താൽ മതി. അങ്ങനെയുള്ള ലയബിലിറ്റികളെ ലോങ് ടൈം ലയബിലിറ്റി എന്നുള്ള പേരിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഒരു വർഷത്തിന് ശേഷം നമ്മൾ പൈസ കൊടുത്താൽ മതി. അങ്ങനെയുള്ള ലയബിലിറ്റികളെ ലോങ് ടൈം ലയബിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. രണ്ട് തരത്തിലുള്ള ലയബിലിറ്റികളാണുള്ളത്, ലോങ് ടൈം ലയബിലിറ്റി, ഷോർട്ട് ടൈം ലയബിലിറ്റി. അടുത്തത് വേറൊരു തരത്തിലുള്ള ലയബിലിറ്റിയാണ് ഡൗട്ട്ഫുൾ ലയബിലിറ്റി, കണ്ടിൻജന്റ് ലയബിലിറ്റി അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ലയബിലിറ്റി. ഡൗട്ട്ഫുൾ ലയബിലിറ്റി, these are not real liabilities. Future events can only decide. ഇതില് ഡൗട്ട്ഫുൾ ലയബിലിറ്റി, ഇത് പൈസ കിട്ടുമോ എന്നുള്ള നമുക്ക് സംശയമുള്ള ലയബിലിറ്റികളാണ് ഡൗട്ട്ഫുൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പഠിക്കുന്നില്ല. പിന്നീട് നമുക്ക് വേണമെങ്കിൽ അടുത്ത വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഒരു 10ാമത്തെ ചാപ്റ്റർ തൊട്ട് നമുക്ക് പഠിക്കാം. ഇപ്പം അതിനെക്കുറിച്ച് പഠിക്കുന്നില്ല. ഡൗട്ട്ഫുൾ ലയബിലിറ്റി, നമുക്ക് പൈസ തരാനായിട്ട് സംശയമുണ്ട്. ഇങ്ങനെ ആൾക്കാർ പൈസ തരുമോ എന്നുള്ള സംശയം. ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കും, ഞാൻ ഒരാൾക്ക് ഒരു 10,000 രൂപ കൊടുത്തു, പക്ഷെ അയാളുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഇപ്പം വളരെ മോശമാണ്. അപ്പൊ അയാളുടെ പൈസ നമുക്ക് തരാൻ സാധ്യതയില്ലാന്ന് ഞാൻ കണക്കൂട്ടാണ്. അങ്ങനെ ലയബിലിറ്റികളെയാണ് ഡൗട്ട്ഫുൾ ലയബിലിറ്റികൾ പറയുന്നത്. ഓക്കെ, അത് കൊടുക്കും. അപ്പോൾ അത് അടുത്ത സെക്ഷൻ പോവാം. നമുക്ക് ഓരോ നമുക്കിവിടെ നമുക്ക് ഉപയോഗിക്കുന്ന പല ഗെയിംസും, നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന പല ഗെയിംസും ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്താണ്? ക്യാപിറ്റൽ എന്താണ്? ഒരു ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പൈസയ്ക്കാണ്, പൈസയോ സാധനങ്ങളോ, പൈസയുടെ മൂല്യമുള്ള സാധനങ്ങളോ ആണ്, അതിനെയാണ് ക്യാപിറ്റൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദി ബിസിനസ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. എമൗണ്ട് ഓർ എന്തെങ്കിലും സാധനങ്ങളാണ്, മെഷീനറി ആവാം, ഗുഡ്സ് ആവാം, എന്തെങ്കിലും സാധനങ്ങളാവും, ഫർണിച്ചർ ആവാം, അതേപോലെ ലാൻഡ് ആവാം, എന്തെങ്കിലും. അപ്പം എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദി ബിസിനസ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. ഇതിന്റെ ഓണർ, ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന എമൗണ്ട് എന്താണ്? എന്തെങ്കിലും സാധനങ്ങളാവാം, ക്യാഷ് ആയിട്ടാവാം, അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്യാപിറ്റൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് മേ ബി ബ്രോട്ട് ഇൻ ദി ഫോം ഓഫ് ക്യാഷ് ഓർ അസറ്റ് ബൈ ദി ഓണർ ഫോർ ദി ബിസിനസ് എൻറ്റിറ്റി. ബിസിനസിന് വേണ്ടിയിട്ട് ബിസിനസ്സിലേക്ക് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ അസറ്റ് ആയിട്ടോ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെല്ലാം തന്നെ ക്യാപിറ്റൽ എന്ന് പേരിൽ അറിയപ്പെടും. അപ്പം ക്യാഷ് ആയിട്ട് തന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണമെന്നില്ല. അതെന്ത് ചെയ്യാം, അയാൾക്ക് വേണമെങ്കിൽ ആ ബിസിനസ്സിലേക്ക് ഒരു മെഷീനറി കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഫർണിച്ചർ കൊണ്ടുവരാം, ഒരു മേശ, അയാളുടെ വീട്ടിലുള്ള ഒരു മേശയാണ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അതും ഒരു ക്യാപിറ്റലായിട്ട് പരിഗണിക്കാം, നമുക്ക് അത് പരിഗണിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒരു മെഷീനറിയാണ് അയാൾ കൊണ്ടുവരുന്നതെങ്കിൽ അതും ഒരു ക്യാപിറ്റലായിട്ട് പരിഗണിക്കാം. അല്ലെങ്കിൽ അത് ക്യാഷ് ആണ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അതും ഒരു ക്യാപിറ്റലായിട്ട് പരിഗണിക്കണം. അപ്പോൾ ഒരു ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്യാപിറ്റൽ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ ക്യാപിറ്റൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ക്യാഷ് ആവാം, അസറ്റ് ആവാം. Capital is the obligation to the business and it is the owner's claim on the asset of the business. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. ഇതിന്റെ ഓണർ നമ്മുടെ ബിസിനസിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളാണ്. ഇതിന്റെ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന പൈസയാണ്. ആ പൈസ എപ്പം വേണമെങ്കിലും അയാൾക്ക് പൈസ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പൈസ എപ്പം വേണമെങ്കിലും അയാൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ പൈസ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അസറ്റുകളൊക്കെ വാങ്ങുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള അസറ്റുകൾ വാങ്ങുന്നത്. കറണ്ട് അസറ്റുകളും, അത് ഷോർട്ട് ടൈം അസറ്റുകളും ലോങ് ടൈം അസറ്റുകളും. ഇതിലുള്ള കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ഈ അസറ്റുകളെല്ലാം തന്നെ നമ്മൾ വാങ്ങുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്. ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും ഒക്കെ വാങ്ങുന്നത് ഇയാൾ കൊണ്ടുവരുന്ന ഈ ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അസറ്റുകളെല്ലാം തന്നെ മിക്കവാറും അസറ്റുകളൊക്കെ തന്നെ വാങ്ങുന്നത്. പിന്നീട് വല്ല ബാങ്ക് ലോണോ മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ടാവും പിന്നെ കുറെ കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. എന്തായാലും പ്രധാന സോഴ്സ്, ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ബിസിനസ് തുടങ്ങാനായിട്ടുള്ള ഏറ്റവും പ്രധാന മോട്ടിവേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലായിട്ട് ബിസിനസിന് ഓണർ കൊണ്ടുവരുന്ന പൈസയാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. ഇക്വേഷനൊക്കെ പിന്നീട് നമ്മൾ 3ാമത്തെ ചാപ്റ്ററാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ എമൗണ്ട്
invested by the owner into the business is known as capital. ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പൈസയ്ക്കാണ് ക്യാപിറ്റൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പൈസയോ പൈസയുടെ മൂല്യമുള്ള മറ്റ് അസറ്റുകളോ ആവാം, അതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ എന്ന പേരിൽ അറിയപ്പെടും. ബിസിനസിന്റെ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പൈസയോ പൈസയുടെ മൂല്യമുള്ള മറ്റു വസ്തുക്കളോ അത് എല്ലാം തന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ബിസിനസ്സിൽ അയാൾക്ക് എപ്പോഴും വേണമെങ്കിൽ അത് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ലയബിലിറ്റിയാണ്, ഇയാളോടുള്ള ഒരു ബാധ്യതയാണ്, ഓണറോടുള്ള ഒരു ബാധ്യതയായിട്ട് കണക്കാക്കാം. ഇതിന്റെ കൂടെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന ഡ്രോയിങ്സ് എന്താണ്? ഡ്രോയിങ്സ് പറഞ്ഞാൽ വിഡ്രോവൽ ഓഫ് മണി ആൻഡ് ഗുഡ്സ് ബൈ ദി ഓണർ ഫ്രം ദി ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഇസ് നോൺ ആസ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് റെഡ്യൂസ് ദി ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദി ഓണേഴ്സ്. ഡ്രോയിങ്സ് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് അയാൾ കൊണ്ടുവന്ന പൈസ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പൈസയോ സാധനങ്ങളോ ബിസിനസിന്റെ ഓണർ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനെയാണ് ഡ്രോയിങ്സ് പറയുന്നത്. അയാൾക്ക് എന്ത് ചെയ്യാം, അയാളുടെ ബിസിനസ്സാണ്, അതുകൊണ്ട് തന്നെ അയാൾക്ക് എപ്പം വേണമെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കുറച്ച് ക്യാഷ് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോവാം, സാധനങ്ങൾ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോവാം, ഫർണിച്ചർ എടുത്തുകൊണ്ട് പോവാം, അതിനെല്ലാം നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. ഇപ്പൊ ബിസിനസിന്റെ ഓണർ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പൈസയോ സാധനങ്ങളോ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനെല്ലാം തന്നെ നമുക്ക് ഡ്രോയിങ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഡ്രോയിങ്സ് വഴിയായിട്ട് എന്താവും, ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ഡ്രോയിങ്സ് ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഇയാൾ പൈസയോ സാധനങ്ങളോ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത്രയും ക്യാപിറ്റൽ അവിടെ പറയും. ക്യാപിറ്റൽ അത്രയും പറയും. അതായത് ഞാൻ ബിസിനസ്സിലേക്ക് 1,00,000 രൂപ കൊണ്ടുവന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്തു, ഞാനൊരു 10,000 രൂപ അതിൽ നിന്ന് എടുത്തുകൊണ്ട് എന്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി 10,000 രൂപ കൊണ്ടുപോകാം. അപ്പൊ എന്തായി, എന്റെ ക്യാപിറ്റല് ആ 10,000 രൂപ കുറഞ്ഞ് 90,000 രൂപ. അപ്പം പിന്നെ എന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 90,000 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ ഡ്രോയിങ്സ് ആയിട്ട് 10,000 രൂപ ഈ ബിസിനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പം ബിസിനസ്സിൽ നിന്ന് ഇതിന്റെ ഓണർ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. ക്യാഷ് ആവാം, സാധനങ്ങളാവാം. അപ്പം ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് എമൗണ്ട് വിഡ്രോൺ ബൈ ദി ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. എമൗണ്ട് വിഡ്രോൺ ബൈ ദി ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഗുഡ്സ് എന്തെങ്കിലും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും സിംഗിൾ അസറ്റ് അത് എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഡ്രോയിങ്സ് ആയിട്ട് കണക്കാക്കേണ്ടതാണ്. നമ്മൾ എന്ത് ചെയ്യും, രണ്ടു തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. ബിസിനസിന്റെ ഓണർ എന്തെങ്കിലും പൈസയോ സാധനങ്ങളോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ക്യാപിറ്റൽ എന്ന് പറയുന്നു. ബിസിനസ്സിൽ നിന്ന് ബിസിനസിന്റെ ഓണർ എന്തെങ്കിലും സാധനങ്ങളോ പൈസയോ എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ അതിനെ ഡ്രോയിങ്സ് എന്ന പേരിലും അറിയപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് രാവിലെ പഠിക്കുന്നത്. ഉച്ചയ്ക്കത്തെ ക്ലാസ് 11 മണിക്കത്തെ ക്ലാസ്സിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ജെയിംസിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പർച്ചേസ് റിട്ടേൺസ്, സെയിൽസ് എന്നുള്ള കുറേ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇന്നുകൊണ്ട് ഈ ചാപ്റ്റർ തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ എക്സ്പ്ലനേഷൻ തരാനായിട്ട് സാധിക്കും. വീഡിയോയിൽ എക്സ്പ്ലനേഷൻ തരാത്ത എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഡൗട്ടുകൾ ചോദിക്കണം. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കാതെ അത് ധൈര്യമായിട്ട് ഒരു മെസ്സേജ് അയക്കുക. മെസ്സേജ് ഇന്ന് തന്നെ അയക്കാം. ഇന്ന് തന്നെ അത്